ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ. 1-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം, യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിക്കുവിൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്. ജനം അവനോടുകൂടെ കയറി വരികയും അരുത് എന്ന് കൽപ്പിച്ചു. പിന്നീട് അതിൻ്റെ 5-6 വാക്യങ്ങൾ, പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാനയാഗമായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പകുതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ച് രക്തത്തിൽ പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു. ഇനിയും അതിൻ്റെ 13-ാം വാക്യം, അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. ഇതോട് ചേർന്ന് നമുക്ക് എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലും. ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകും. പഴയ നിയമകാലത്ത് ദൈവം കൽപ്പനകൾ കൊടുത്തതിന് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അഥവാ സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുവാനായി ഇടപെടുമ്പോൾ മോശയോട് പറയാണ്, മറ്റാരും ഈ പർവ്വതത്തിലേക്ക് കയറി വരരുത്. മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരണം. ജനം അവനോടുകൂടെ കയറി വരരുത്. എല്ലായ്പ്പോഴും ഒരു വിലക്കാണ് ഏർപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ ആദമിനെയും ഹവ്വയെയും ആ ജീവവൃക്ഷത്തിലേക്ക് വീണ്ടും അവർ കയറിപ്പോയി, ആ തോട്ടത്തിലേക്ക് കയറിപ്പോയി ജീവവൃക്ഷം പറിക്കാതിരിക്കേണ്ടതിന് ഊരിപ്പിടിച്ച വാളുമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കെരൂബുകളെ നിർമ്മിച്ചാക്കിയവനായ കർത്താവ് ആ വഴി എന്നേക്കുമായി അടച്ചു കളഞ്ഞു. എന്നാൽ ഇവിടെ ആ അടുത്ത് ചെല്ലുവാനുള്ള മാർഗമായിട്ട് 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് രക്തം ചിന്തി ആ രക്തം ചൊരിഞ്ഞുകൊണ്ട് ആ മോശയ്ക്ക് മാത്രം അടുത്ത് ചെല്ലുവാനായി കഴിയും. ദൈവക്രോധത്തിൻ്റെ ആ വാളിന് കീഴിൽ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആ കടന്നുപോയതിൻ്റെ ഫലമായിട്ട് തൻ്റെ രക്തം ചിന്തി നമുക്ക് വേണ്ടി ആ ഒരു പുതുവഴി തുറന്നു തന്നതുകൊണ്ട് പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാൻ കർത്താവ് ഒരു വഴി ഒരുക്കി. അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങോട്ടടുക്കരുത്, ഇവിടേക്ക് വരരുതെന്നുള്ള ശബ്ദം മാത്രമായിരുന്നു നമ്മുടെ ചെവികളിൽ കേട്ടുകൊണ്ടിരുന്നത്. മോശ മാത്രം ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ആ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ആ പുതുവഴി തുറന്നതിലൂടെ മുൻപോട്ട് പോകുവാൻ, അടുത്തേക്ക് ചെല്ലുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും ഏതാവശ്യത്തിനും ചെല്ലുവാനായിട്ട് കഴിയും എന്നുള്ള വാക്യം കൂടെയാണ് എബ്രായർ 9-ന്റെ 14-ാം വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവ് ദൈവക്രോധത്തിൻ്റെ ആ വാളിന് കീഴിലൂടെ കടന്ന് തൻ്റെ രക്തം മുഴുവനുമായി നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് യാഗമായി തീർന്നു. ആ രക്തം അവിടെല്ലാം ചിതറപ്പെട്ടു. അവൻ രക്തം തളിച്ച വസ്ത്രം ധരിച്ചിരിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവന് ആ മുന്തിരിച്ചക്ക്, ദൈവക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ഏകനായി ചവിട്ടി. അത് മുഖാന്തരം നമുക്ക് തുറന്നു തന്ന ആ വലിയ പുതുവഴി, അതിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, പരിശുദ്ധനായ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ, ഇങ്ങോട്ട് അടുത്ത് വരുവാൻ
യോസഫിനെ യാക്കോബ് അനുഗ്രഹിക്കുവാനായി വിളിക്കുമ്പോൾ തൻ്റെ മക്കളെ ചുറ്റും ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്നാണ് പറയുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ കലവറകൾ നമുക്ക് തുറന്നു തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഏകയാഗത്താൽ നമുക്ക് സൽഗുണപൂർത്തി വരുത്തി തന്ന ഒരു കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുത്തി എന്ന് ആ യാഗപീഠത്തിൻ്റെ കീഴിലൂടെ കടന്നു എന്നിട്ട് നമുക്ക് ആ കരുണ ലഭിക്കുവാനായിട്ട്, കൃപ ലഭിക്കുവാനായി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം, അതാണ് നമുക്ക് ലഭിച്ച പദവി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ പദവി ആവോളം ആസ്വദിക്കുകയും അതിൻ്റെ എല്ലാ നന്മയും അനുഭവിക്കുകയും ചെയ്യുവാൻ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.